ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മംജ ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കൊരു മുട്ട വേവിച്ച് താളിച്ചെടുത്തിട്ട് വന്നാൽ അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ഓയിലും വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വേഗമായി കിട്ടും കേട്ടോ. ഞാനിവിടെ അതിന് 4 വേവിച്ച മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നൂലെടുത്തിരിക്കുന്നത് കത്തിയിലാകുമ്പോൾ പറ്റി പിടിക്കും. മുട്ട കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നൂലിലാകുമ്പോൾ ആ പ്രശ്നം വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് നൂലും കൊണ്ട് തലങ്ങും വിലങ്ങും ഒക്കെ അതിനെ കട്ട് ചെയ്ത് ഇതാക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നമ്മുടെ ഉള്ളിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ നോക്കൂ, നൂലും കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ ഇത് പറഞ്ഞാൽ നമ്മുടെ കത്തിയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരുവൊക്കെ അതിലാവും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. നമുക്ക് വേഗം പോയി ഉള്ളിയിലോട്ട് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇച്ചിരി അധികം ഇടുന്നുണ്ട്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച അരമുറി തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കൂടെ നമ്മുടെ അരച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടകവും ആയ കാരണമാണ് ഇങ്ങനെ ഷെയ്ക്കായി കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഗ്രേവി ആക്കണം കേട്ടോ. ഇച്ചിരി വെള്ളം ഒരു 2 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പരുവത്തിലാക്കണം. ശേഷം നമ്മുടെ മുട്ടയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു കയ്യിൽ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ ഒരു വിധം ഇതിനെ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ്